ഇപ്പം ആരെങ്കിലും നമ്മുടെ അടുത്ത് ഒരു ചോദ്യം ചോദിച്ചാൽ അതെ അല്ലെങ്കിൽ അല്ല എന്ന് പറഞ്ഞിട്ട് ഒരു ചിരിയിൽ നമ്മൾ പലപ്പോഴും അതിൻ്റെ ആ എക്സ്പ്ലനേഷൻസ് ഒതുക്കാൻ ശ്രമിക്കും അല്ലേ. അതെന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ അടുത്തൊരു സെൻറ്റൻസ് നല്ല വൃത്തിക്ക് പറയാൻ തുടങ്ങാൻ നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും പറയണ്ട മിണ്ടാതിരുന്നാലും പ്രശ്നമില്ല, ചിരിച്ചാൽ പോരെ. അങ്ങനെ നമ്മളങ്ങ് ഒതുങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴും ഒതുങ്ങിക്കൊണ്ടിരിക്കും. ഇംഗ്ലീഷ് അറിയാവുന്ന പലർക്കും തന്നെ ആ തുറന്നങ്ങോട്ട് സംസാരിക്കുമ്പോൾ കിട്ടുന്നൊരു സംതൃപ്തി ഇല്ലേ, അതില്ലാഞ്ഞിട്ടാണ് ഇംഗ്ലീഷ് അറിയില്ല എന്നൊരു ഫീലിംഗ് വരുന്നത്. നമ്മളങ്ങ് തുറന്ന് സംസാരിക്കണം. അപ്പോൾ അങ്ങനെ സംസാരിക്കാൻ ഞാനൊരു ചീറ്റ് കോഡ് പോലെ 5 സെൻറ്റൻസസ് പറഞ്ഞുതരാം. ഇപ്പോൾ അത്യാവശ്യം ഏത് ഒരു ചോദ്യം വന്നാലും നമ്മൾ ഈ 5 സെൻറ്റൻസിൽ ആ തുടക്കം അതിലേതെങ്കിലും വെച്ച് നമുക്കങ്ങോട്ട് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു 5 ഐറ്റം തരാം. അപ്പോൾ അത് അധികം പേടിക്കണ്ട, ടെൻസുകളെ കുറിച്ചൊന്നും അധികം ചിന്തിക്കാണ്ട് തന്നെ ഏതൊരു ചോദ്യം അങ്ങോട്ട് വന്നാലും നമ്മളങ്ങോട്ട് അത്യാവശ്യം വേണ്ട സംസാരിച്ചിട്ട് 2 അക്ഷരം ഞാൻ പറഞ്ഞു എൻ്റെ കാര്യം, അതിലൊരു ആത്മവിശ്വാസം തോന്നും. അപ്പോൾ അങ്ങനെ പതിയെ നമ്മൾ ഇംഗ്ലീഷിൻ്റെ സ്കിൽസ് ബിൽഡ് ചെയ്യണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ. ഇവിടെ ആദ്യമായിട്ടാണ് നിങ്ങൾ വന്നതെങ്കിൽ ഹലോ, എൻ്റെ പേര് വിനി. ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് കുറേ വീഡിയോസൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഓൾറെഡി. നിങ്ങൾക്ക് എവിടെ തുടങ്ങണമെന്ന് അറിയില്ലെങ്കിൽ ഒരു 16 വീഡിയോയുടെ പ്ലേലിസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കോമെൻറ്റിൽ പിൻ ചെയ്ത് വയ്ക്കാം. അത് കണ്ട് തുടങ്ങാം. ഓക്കെ, അത് ആദ്യം കണ്ടു തീർക്കാം. അപ്പോൾ ഇപ്പോൾ തന്നെ പോയി കണ്ട ആദ്യം നമുക്ക് ഈ വീഡിയോ കാണാം, അത് കഴിഞ്ഞിട്ട് അത് കാണാം. ഓക്കെ, അപ്പോൾ തുടങ്ങാം അല്ലേ. ആദ്യം തന്നെ പാറ്റേൺസ് പറയാം. ഇതാണിത്. I've been, I used to, I used to എന്ന് എടുത്ത് പറയാൻ നിൽക്കരുതേ. ആ ഡി കേൾക്കില്ല. I used to കേട്ടോ. I'd rather അല്ലെങ്കിൽ I'd rather not. പേടിക്കണ്ട കേട്ടോ, ഒന്നും കേട്ടിട്ട് അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ I guess അല്ലെങ്കിൽ I suppose. What I usually do is 5 പാറ്റേൺ. ഒന്നുകൂടെ ഒന്ന് പഠിക്കാം. ആദ്യത്തത് I've been. ഒന്ന് പറയാം, എൻ്റെ കൂടെ പറയണേ. I've been എന്നിട്ട് ബാക്കി പറയാം. ഞാൻ പറഞ്ഞുതരാം എങ്ങനെ പറയാമെന്ന്. അടുത്തത് I used to, I'd rather അല്ലെങ്കിൽ I'd rather not, I guess അല്ലെങ്കിൽ I suppose. അടുത്തത് what I usually do is, what I usually do is. ഒരു പാട്ട് പോലെ പഠിക്കണം. what I usually do is. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഈ I'd rather അല്ലെങ്കിൽ I'd rather not എന്ന് പറയുന്നത് ആദ്യം തന്നെ എടുത്ത് പഠിപ്പിച്ചു തരാം. കാരണം അത് നമ്മൾ സാധാരണ കോൺവെർസേഷൻസിൽ അങ്ങനത്തെ ഒരു സെൻറ്റൻസ് ഉപയോഗിക്കപ്പെടുകയെന്ന് വെച്ചാൽ അത് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ അല്ലെങ്കിൽ ഇതാണ് എനിക്ക് ചെയ്യാൻ താല്പര്യം അങ്ങനെ പറയുന്ന സെൻറ്റൻസുകൾ. ഇന്ന് പുറത്ത് പോകുന്നുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണെന്ന് നമ്മൾ പൊതുവെ പറയേണ്ട ഒരു മാന്യത അല്ലേ നമ്മൾ പറയണ്ടേ പൊതുവെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ സെൻറ്റൻസുകളാണ്. അപ്പോൾ അതൊന്ന് ആദ്യം പഠിപ്പിച്ചു തരാം. അപ്പോൾ ഇത് തന്നെ, പുറത്ത് പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞാൻ വീട്ടിൽ നിൽക്കാം, ഈ മഴയത്ത് പുറത്ത് പോകാൻ താല്പര്യമില്ല. അപ്പോൾ അതാണ് പറയേണ്ടത്. അപ്പോൾ I'd rather എന്ത് സ്റ്റേ ഹോം ടുനൈറ്റ്. അപ്പോൾ അത് I'd rather എന്ന് വന്നാൽ നിങ്ങൾക്ക് ബാക്കി കിട്ടും. I'd rather എന്താ ചെയ്യണ്ടേ? സ്റ്റേ ഹോം കേട്ടോ. I'd rather stay home tonight than എന്തിനേക്കാളും go out in the rain. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കാം, വരുന്നോ, പുറത്ത് വരുന്നോ, നടന്നിട്ട് വരാം? സോറി, I'd rather stay home tonight than go out in the rain. I'd rather stay home. അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല. ഇപ്പോൾ കമ്പയർ ചെയ്യണമെങ്കിൽ ദാൻ എന്ന് വെച്ചിട്ട് ഇതിനേക്കാളും പുറത്ത് മഴയത്ത് പോണേക്കാളും എന്ന് പറയാൻ ദാൻ ഗോ ഔട്ട് ഇൻ ദ റെയിൻ. അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ നല്ല എരിവുള്ള ചമ്മന്തി കൊണ്ട് തന്നിട്ട് പറയാം, കഴിക്കണോ കുറച്ച്? അപ്പോൾ നിങ്ങൾക്ക് സ്പൈസി ഫുഡ് അങ്ങനെ കഴിക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങളെന്താ പറയുക? സോറി, I'd rather not eat കേട്ടോ. I'd rather not do it. I'd rather not eat spicy food. I would ആണ് I'd rather not eat spicy food. എന്നിട്ട് പിന്നെ എന്തുകൊണ്ടാന്ന് പറയാം, it upsets my stomach. എൻ്റെ വയറ് കേടാക്കും, അതുകൊണ്ടാണ്. I'd rather not eat spicy food. ഓക്കെ. അല്ലെങ്കിൽ ബസ്സിന് വെയിറ്റ് ചെയ്യുന്നില്ലേ, അപ്പോൾ ബസ് സമരമൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു സമയമാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ പറയണം, ഇല്ല ഞാൻ നടക്കാം ബസ്സിന് വെയിറ്റ് ചെയ്യണേക്കാളും. എങ്ങനെ പറയാം? I'd rather എന്താ ചെയ്യുക? നടക്കുക. അപ്പോൾ I'd rather walk than wait for the bus. No, I'd rather walk than wait for the bus. കണ്ടോ? നിങ്ങൾക്ക് ഇതിനേക്കാളും ഇഷ്ടം ഇത് ചെയ്യുന്ന എന്ന് പറയാൻ വേണ്ടിയിട്ട് I'd rather. ഇനി ഇത് പറയില്ലേ, അപ്പം നോ അല്ലെങ്കിൽ യെസ് നോ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നേക്കാളും നോ, I'd rather walk than wait for the bus. കേട്ടോ? I'd rather മനസ്സിലായല്ലോ.
അല്ലെങ്കിൽ ഞാൻ വേറൊരു കേസ് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് വർക്ക് ഭയങ്കര സ്ട്രെസ്സാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിലെത്തിയപ്പം നിങ്ങളുടെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട് വീട്ടിൽ. അപ്പോൾ ആൾ വർക്കിനെ കുറിച്ച് സംസാരിക്കുക. അപ്പോൾ നിങ്ങൾ പറയുമോ, ഇപ്പോൾ എനിക്ക് വർക്കിനെ കുറിച്ച് സംസാരിക്കണ്ട കേട്ടോ, റിലാക്സ് ചെയ്യട്ടെ കുറച്ച്, അത്രയും മെൻ്റൽ സ്ട്രെസ്സാണ് വർക്ക്. അപ്പോൾ നമ്മളെന്താ പറയുക, അതിനെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കണം. അപ്പോൾ എങ്ങനെ പറയാം, I'd rather not talk about work right now. കേട്ടോ, I'd rather not talk about work right now. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ എന്തെങ്കിലും ഒരു ടോപ്പിക് ഒരാൾ കൊണ്ടുവരുമ്പോൾ I'd rather not talk about it right now. അതിപ്പോൾ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. അത് വളരെ പൊളൈറ്റായിട്ടും സോഫ്റ്റായിട്ടും പറയുന്നത്. I'd rather not do it. എന്തെങ്കിലും പണിയെടുക്കുന്നത് ഇപ്പോൾ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് വെച്ചാൽ I'd rather not do it now. ഇപ്പോൾ എനിക്കത് ചെയ്യാൻ താല്പര്യമില്ല, അതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല. I'd rather not talk about it now. കേട്ടോ, അപ്പോൾ ഈ I'd rather do it അല്ലെങ്കിൽ I'd rather not do it ക്ലിയർ ആയോ? അപ്പോൾ ഇനി മുതൽ നമ്മൾ വേറെ കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള ബാക്കി ഏത് ചോദ്യം വന്നാലും നമ്മൾ ആദ്യം പഠിച്ച ഒരു 5 പാറ്റേൺ ഇല്ലേ, അതിൽ I'd rather ഞാൻ ഓൾറെഡി പഠിപ്പിച്ചു. ബാക്കി 4 പാറ്റേൺസ് വെച്ചിട്ട് എങ്ങനെയാണ് ഉത്തരം പറയാമെന്ന് നമുക്ക് നോക്കാം. ഇതിലിപ്പോൾ എല്ലാ പാറ്റേൺസും എല്ലാ സമയത്തും ആപ്ലിക്കബിൾ ആവണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയാൻ താല്പര്യമുള്ളത് അത് പറയാൻ അനുയോജ്യമായ പാറ്റേൺ എടുക്കാം. അപ്പോൾ ഞാനൊരു 5 ചോദ്യങ്ങൾ പറയാം. ആ 5 ചോദ്യങ്ങൾ നമ്മൾ എങ്ങനെ ഉത്തരം കൊടുക്കാമെന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും ഇതെങ്ങനെയാണ് ഈ ചീറ്റ് കോഡ് യൂസ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, നിങ്ങളുടെ ചോദിക്കുകയാണ്, എൻ്റെ ദോശയുടെ മാവില്ലേ അത് പൊന്തണേ ഇല്ല. എങ്ങനെയൊക്കെ ഈ യൂട്യൂബിൽ ഓരോന്ന് കണ്ടിട്ടും എന്ത് ചെയ്തിട്ടും പൊന്തണില്ല. നിങ്ങളുടെയോ പൊന്തണുണ്ടോ? അപ്പോൾ എങ്ങനെയാണ് പറയാത്? അപ്പോൾ അതിന് ഉത്തരം എന്താ കൊടുക്കുക? അപ്പോൾ നിങ്ങളുടെ നന്നായിട്ട് പൊന്തി വരുന്നുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ഇഡ്ഡലിയൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ പറയുക? നിങ്ങൾ പുറത്ത് എവിടെയെങ്കിലും ആണ്, യൂറോപ്പിലോ കാനഡയിലോ US ആണെങ്കിൽ തണുപ്പ് കാലങ്ങളിൽ ഇത് പൊന്തി വരാൻ കുറച്ച് പാടല്ലേ. അപ്പോഴാണ് ഈ ചോദ്യം ശരിക്കും പറഞ്ഞാൽ റെലവൻ്റ് ആവണം. നമ്മുടെ നാട്ടിൽ പൊന്തി പുറത്ത് പോകണ അവസ്ഥയാണ് ഉണ്ടാവാറ്. അപ്പോൾ നിങ്ങൾക്കത് നന്നായിട്ട് കിട്ടാറുണ്ട്. നിങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഹീറ്ററിൻ്റെ അടുത്ത് വെക്കും. അങ്ങനെയാണ് നിങ്ങളത് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾ അങ്ങനെയാണ് നിങ്ങൾ ചെയ്യാറ് എന്ന് പറയാൻ വേണ്ടി I've been ഉപയോഗിക്കാം. എങ്ങനെ പറയാം? I've been കഴിഞ്ഞിട്ട് എന്താ ചെയ്യാറ്? I've been leaving it near the heater overnight. അപ്പോൾ നിങ്ങൾ പൊന്താറുണ്ടോ മാവ് എന്ന് ചോദിക്കുക. യെസ്. എന്നിട്ട് എന്താ നിങ്ങൾ ചെയ്യാന്നുള്ളതാണ് പിന്നെ പറയണത്. കാരണം നമ്മൾ യെസ് ഓർ നോ പറഞ്ഞ് അവിടെ സ്റ്റക്കാവരുതല്ലോ. അവർ യെസ് എന്ന് പറഞ്ഞാൽ ഈ സീക്രട്ട് പിന്നെ ആരോടും പറഞ്ഞു കൊടുക്കാത്ത ആൾക്കാരാണോ എന്ന് വിചാരിക്കരുതല്ലോ. അപ്പോൾ I've been, ഞാൻ ഇത്ര കാലമായിട്ട് ചെയ്യുന്ന ഒരു രീതി എങ്ങനെയാണ്? I've been leaving it near the heater overnight. I've been പറഞ്ഞു നോക്കൂ. ഇത് ആദ്യമായിട്ട് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എനിക്കിതൊന്നും പറ്റില്ല എന്ന്. പക്ഷെ 2 തവണ വായിൽ പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ അങ്ങനെ തോന്നും. I've been leaving it എവിടെ? നിയർ ദ ഹീറ്റർ, രാത്രിയിൽ, ഓവർനൈറ്റ്. അപ്പോൾ അത് ഇറ്റ് ഫെർമെൻസ് ബെറ്റർ ദാറ്റ് വേ എന്ന് പറയാം. അത് കുറച്ചുകൂടി നന്നായിട്ട് പുളിക്കും. ഇറ്റ് ഫെർമെൻസ് ബെറ്റർ ദാറ്റ് വേ. അത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ എന്താ ചെയ്യാറുള്ള രീതി. I have been leaving it near the heater overnight. ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് പറയാം എനിക്ക് പണ്ട് അങ്ങനത്തെ പ്രോബ്ലം ഉണ്ടായിരുന്നു, അങ്ങനെ പറയില്ലേ? അങ്ങനെയാണ് നിങ്ങൾക്ക് പറയണമെങ്കിൽ I used to have the same problem. അവിടെയാണ് I used to. എനിക്ക് അങ്ങനത്തെ പ്രോബ്ലം പണ്ട് ഉണ്ടായിരുന്നു. I used to have the same problem. പക്ഷേ ഇപ്പോൾ എന്താ ചെയ്യണേ? I started adding a spoon of poha. Now it's okay എന്ന് പറയാം. But then I started adding a spoon of poha to the mix. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണേ? അതങ്ങ് പറഞ്ഞു കൊടുത്തു. ഓക്കെ. അപ്പോൾ അതെങ്ങനെ പറയണേ അതാണ് ഇമ്പോർട്ടൻറ്റ്. എനിക്ക് പണ്ട് അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു, അത് മറ്റേ പറയുമ്പോൾ I used to have the same problem. കേട്ടോ. അപ്പോൾ നമുക്ക് ആ സ്വാഭാവികമായിട്ട് ആ കോൺവെർസേഷൻ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. I used to have the same problem. But now I started adding a spoon of poha to the mix. It helps. അങ്ങനെ പറയാം. ഓക്കെ. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ പറയാം അത് എന്ന് വെച്ചാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന റൈസിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പം അങ്ങനെ പറയണമെങ്കിൽ I guess it depends on the rice you use. Some varieties ferment more easily എന്ന് പറയാം. I guess നമ്മുടെ ഒരു അനുമാനം ഇയാൾക്കിപ്പോൾ തന്നെ സംഭവിക്കാൻ കാരണം അത് ആ റൈസ് ആയിരിക്കില്ല, മറ്റേ ഉപയോഗിച്ചിട്ടുണ്ടാവും, അതായിരിക്കും. അന്ന് നമ്മൾ അങ്ങനെ രീതിയിൽ ഉത്തരം കൊടുക്കണേ. I guess it depends on the rice you use. കേട്ടോ. അപ്പോൾ നമ്മൾ പഠിച്ച I have been എന്ന് പറഞ്ഞിട്ട് leaving it near the heater, അങ്ങനെ I have been leaving it. I have been leave it അല്ല, I have been leaving it. ഞാൻ എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. മറ്റത് I used to have this problem. എനിക്ക് പണ്ട് ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു പ്രോബ്ലം, ഇപ്പം ഇല്ല. കാരണം എന്നിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ പുതിയ ടെക്നിക്ക് ഇപ്പോൾ ആഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുന്നതോ എന്താണെന്ന് വെച്ചാൽ പറയാം. അല്ലെങ്കിൽ പിന്നെ അവരെങ്ങനെ ചെയ്തുകൊണ്ടാവാം എന്ന് പറയുകയാണെങ്കിൽ I guess it depends on the rice you use. അല്ലെങ്കിൽ ഞാൻ സാധാരണ എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് പറയണമെങ്കിൽ what I usually do is എന്താ
ആഡ് സം കോൾഡ് വാട്ടർ ബിഫോർ ഗ്രൈൻഡിങ് ആൻഡ് ഇറ്റ് ഹെൽപ്സ് എന്നൊക്കെ പറയാം. സോ ഞാൻ ഇങ്ങനെയാണ് ചെയ്യണേ, അത് ഹെൽപ്ഫുൾ ആണ്. വാട്ട് ഐ യൂഷ്വലി ഡു, എൻ്റെ ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന് വെച്ചാൽ എന്നൊക്കെ പറയുകയാണെങ്കിൽ വാട്ട് ഐ യൂഷ്വലി ഡു ഇസ് ആഡ് എ ലിറ്റിൽ കോൾഡ് വാട്ടർ. അങ്ങനെ പിന്നെ നമുക്കതിൻ്റെ എന്താണ്, ഞാൻ ഈ കോൾഡ് വാട്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ നാളെ കോൾഡ് വാട്ടർ ആഡ് ചെയ്ത് ഇഡ്ലി മാവ് ഉണ്ടാക്കാൻ നോക്കരുത്. ഞാനിങ്ങനെ പറയുന്നു എന്നല്ലോ കേട്ടോ, കുക്കിംഗ് ക്ലാസ് അല്ല, ഇംഗ്ലീഷാണ്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അമേസിങ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട് ദോശമാവ് നന്നാവാനെങ്കിൽ ധൈര്യമായി താഴെ കമൻറ്റ് ചെയ്യാം. ഇത് ഏതെങ്കിലും വെച്ചിട്ട് എങ്ങനെ ഐ ഹവ് ബീൻ, അല്ലെങ്കിൽ ഐ യൂസ് ടു ഹാവ് ദിസ് പ്രോബ്ലം, അല്ലെങ്കിൽ വാട്ട് ഐ യൂഷ്വലി ഡൂ ഇസ്, അല്ലെങ്കിൽ ഐ ഗെസ് ഇറ്റ് ഡിപ്പെൻഡ്സ്, ഇങ്ങനെ ഏതെങ്കിലും ഒരു ഇത് വെച്ചിട്ട്, അല്ലെങ്കിൽ ഐ റാദർ നോട്ട് ഷെയർ ദ സീക്രട്ട്, ഞാൻ മാത്രം അറിഞ്ഞാൽ മതി, എൻ്റെ വീട്ടിൽ മാത്രം നല്ല ദോശ ഉണ്ടായാൽ മതി, അങ്ങനെ 5 ഏതെങ്കിലും ഒന്ന് വെച്ചിട്ട് നിങ്ങളൊരു കോമൻറ്റ് ഇടുമോ അടിയിൽ. ഞാൻ ജെന്യൂനായി ചോദിക്കുന്ന, ദോശ നന്നായിട്ട് പൊന്തി വരാൻ വേണ്ടിയിട്ട്, ദോശമാവ് പൊന്തി വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ടിപ്പോ ടെക്നിക്കോ എന്താണെന്ന് പ്ലീസ് കോമൻറ്റ് ബിലോ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ 5 വെറൈറ്റി യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് സെൻറ്റൻസ് വേണമെങ്കിലും, പൊതുവെ ചില ചോദ്യങ്ങൾക്ക് ചിലപ്പോൾ ചില രീതിയിലുള്ള ഉത്തരം പറ്റില്ല, അതുകൊണ്ടാണ് 5 പഠിപ്പിച്ചത്. ഇതിൽ ഏതെങ്കിലും ഒന്ന് എന്തായാലും പറ്റും. വേറൊരു ചോദ്യം ചോദിക്കാം. നിങ്ങളെ കണ്ടപ്പോൾ പറയാം, എടാ നീ കുറച്ച് വെയിറ്റ് കുറഞ്ഞു കേട്ടോ, ഡയറ്റാണോ, യു ലോസ് സം വെയിറ്റ്, ഐ ഓൺ എ ഡയറ്റ് എന്നൊക്കെ ആരെങ്കിലും ചോദിച്ചാൽ എന്തു പറയും? എല്ലാ ദിവസവും രാവിലെ ഞാൻ യോഗ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെ പറയാം? ഐ ഹവ് ബീൻ ഡൂയിങ് യോഗ എവറി മോർണിംഗ്. ഇറ്റ് റിയലി ഹെൽപ്ഡ് അല്ലേ? അപ്പം ഇങ്ങനെ സെൻറ്റൻസ് ഉണ്ടോ, ഐ ഹവ് ബീൻ ഡൂയിങ് യോഗ, ഞാൻ ഇങ്ങനെ ഒരു കാര്യം ഇപ്പോൾ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഐ ഹവ് ബീൻ ഡൂയിങ് യോഗ. ഇങ്ങനത്തെ ഒരു ശീലം ഞാൻ പുതിയതായി തുടങ്ങിയിട്ടുണ്ട്. ഐ ഹവ് ബീൻ ലീവിങ് ഇറ്റ് നിയർ ദ ഹീറ്റർ, ഐ ഹവ് ബീൻ ഡൂയിങ് യോഗ. ആ സെൻറ്റൻസ് സ്ട്രക്ചർ ഉണ്ടോ? ഐ യൂസ് ടു വെച്ച് പറയണമെങ്കിലോ, പണ്ട് ഞാൻ ഇപ്പോൾ തടിയൊക്കെ കുറഞ്ഞെന്ന് പറയുമ്പോൾ പണ്ട് ഞാൻ ഭയങ്കര രാത്രിയൊക്കെ കുറേ ഇങ്ങനെ സ്നാക്സ് കഴിക്കുമായിരുന്നു, അത് നിർത്തി. എങ്ങനെ പറയാം? ഐ യൂസ്ഡ് ടു ഹാവ് സ്നാക്സ് എന്ന് പറയാം. അതിനേക്കാളും സ്നാക്ക് എന്നുള്ളൊരു വേർബായിട്ട് തന്നെ യൂസ് ചെയ്യാം. ഐ യൂസ് ടു സ്നാക്ക് എപ്പോൾ? ലേറ്റ് അറ്റ് നൈറ്റ്, രാത്രി 12 മണിക്കൊക്കെ ഇരുന്നിട്ട് എന്തെങ്കിലും ഇങ്ങനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കഴിക്കുമായിരുന്നു. ബട്ട് ഐ സ്റ്റോപ്പ് ദാറ്റ് ഹാബിറ്റ്. ആ ഹാബിറ്റ് ഞാനങ്ങനെ നിർത്തി. അതാണ് ഐ യൂസ്ഡ് ടു സ്നാക്ക് ലേറ്റ് അറ്റ് നൈറ്റ്. കേട്ടോ, ആ പാറ്റേൺ പിടിയിട്ടോ? അല്ലെങ്കിൽ ഐ ഗെസ് അല്ലെങ്കിൽ സപ്പോസ് എന്ന് പറഞ്ഞാൽ ഐ സപ്പോസ് ഇറ്റ്സ് ബിക്കോസ് ഐ വാക്ക് മോർ നൗ. ഇപ്പോൾ ഞാൻ കുറച്ചുകൂടി നടക്കും, വെതറൊക്കെ നല്ലതല്ലേ, ദ വെദർ ഇസ് നൈസ് റൈറ്റ് എന്നൊക്കെ പറയാം. ഒറ്റ സെൻറ്റൻസിൽ പറയുകയാണെങ്കിൽ ഐ സപ്പോസ് ഇറ്റ്സ് ബിക്കോസ് ഐ വാക്ക് മോർ നൗ ദാറ്റ് ദ വെദർ ഇസ് നൈസർ. അങ്ങനെ നമ്മൾ പൊതുവേ ദാറ്റ് ദ വെദർ ഇസ് നൈസർ എന്ന് പറഞ്ഞിട്ട് കോൺവെർസേഷനിൽ പറയാൻ ചാൻസ് കുറവാണ്. ദ വെദർ ഇസ് റിയലി നൈസ് എന്ന് പറഞ്ഞിട്ട് അടുത്ത സെൻറ്റൻസ് അങ്ങ് ആഡ് ചെയ്താലും മതി. നമ്മുടെ സെൻറ്റൻസ് സ്റ്റാർട്ടിങ് പിടിയിടണം ഐ സപ്പോസ്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഐ സപ്പോസ് ഇറ്റ്സ് ബിക്കോസ് ഐ വാക്ക് മോർ നൗ. ഞാനിപ്പോൾ കൂടുതൽ നടക്കാറുണ്ട്, അതുകൊണ്ടാണ്. അത് ക്ലിയർ ആയാ? അപ്പോൾ ഞാൻ വേറെ പാറ്റേൺസ് യൂസ് ചെയ്യുന്നില്ല ഇത് വെച്ചിട്ട്. അല്ലെങ്കിൽ ഇനി വേറൊരു നിങ്ങൾക്ക് കിട്ടാവുന്നൊരു ചോദ്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് കിട്ടാവുന്നൊരു ചോദ്യമാണ്, ലോക മൂവി കണ്ടോ? ഡിഡ് യു വാച്ച് ദ മൂവി ലോക എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? പണ്ടൊക്കെ റിലീസിൻ്റെ അന്ന് എല്ലാം കാണുമായിരുന്നു, ഒന്നും റിവ്യൂസൊക്കെ കണ്ടിട്ട് ഞാൻ കാണാറുള്ളൂ. റിവ്യൂസൊക്കെ നല്ലതാണ്, പക്ഷെ എന്നാലും ഞാൻ ഈ സെൻറ്റൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറയാം കേട്ടോ. അപ്പോൾ എങ്ങനെ പറയാം? പണ്ട് ചെയ്യാറുണ്ടായിരുന്നു, എല്ലാം റിലീസിന് അന്ന് തന്നെ കാണാറുണ്ടായിരുന്നു. എങ്ങനെ പറയും? ഐ യൂസ് ടു വാച്ച് എവറി ന്യൂ റിലീസ് ഓൺ ദ ഫസ്റ്റ് ഡേ. അങ്ങനെയായിരുന്നു ഞാൻ, സിനിമ പ്രാന്തനായിരുന്നു. ഐ യൂസ് ടു വാച്ച് എവറി ന്യൂ റിലീസ് ഓൺ ദ ഫസ്റ്റ് ഡേ. പക്ഷെ ദീസ് ഡേയ്സ് ഐ വെയിറ്റ് ഫോർ റിവ്യൂസ്. എന്നിട്ട് അപ്പം നമുക്ക് ഒരു ഫസ്റ്റ് സെൻറ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് നിങ്ങൾ കഥ മേനയാൻ മിടുക്കന്മാരും ആണെന്ന് എനിക്കറിയാം. ആ ഫസ്റ്റ് സെൻറ്റൻസ് സ്റ്റക്കാവണേ. അപ്പോൾ ഇങ്ങനെ പറയാം, പണ്ടൊക്കെ ഞാൻ ഉണ്ടല്ലോ ആ സംഭവം. അങ്ങനെയാണെങ്കിൽ ഐ യൂസ് ടു വാച്ച് എവറി ന്യൂ റിലീസ്. ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് കോമഡി ഇഷ്ടം, ഇങ്ങനെ പ്രേതമൊന്നും താല്പര്യമില്ല, പ്രേതം കുട്ടിച്ചാത്തൻ അതെനിക്ക് പേടി, അങ്ങനെ ഒരാളാണെങ്കിൽ ഐ റാദർ വാച്ച് എ കോമഡി ദാൻ എ ഹൊറർ മൂവി എന്ന് പറയാം. അങ്ങനെ നമ്മുടെ ഒരു വിചാരം ഇത് ഭയങ്കര ഹൊറർ മൂവി കോമഡി ഒന്നും ഇല്ല, അപ്പോൾ പിന്നെ അങ്ങനത്തെ ഒരു മൂവി എനിക്ക് കാണാൻ താല്പര്യമില്ലടാ, ഞാൻ അങ്ങനത്തെ അത്ര ലോലനാണ് ഞാൻ, ഐ റാദർ വാച്ച് എ കോമഡി അങ്ങനെ പറയാം. ഐ റാദർ ഇതായിരിക്കും ഞാൻ ചെയ്യണം നല്ലത്. ഭയങ്കര ഹൊററൊക്കെ കാണാനുള്ള പ്രായമായോ, എനിക്ക് 10-70 വയസ്സായില്ലേ, ഹൊററൊക്കെ കണ്ട് അടിച്ചു വരാം, അതുകൊണ്ട് കോമഡി മതി. ഐ റാദർ വാച്ച് എ കോമഡി. ഓക്കെ, കിട്ടിയ സംഭവം. അല്ലെങ്കിൽ ഞാൻ ഈ വരുന്ന ഞായറാഴ്ച ഒന്ന് കാണണം എന്ന് വിചാരിച്ചിരിക്കുക. ഐ ഗെസ് ഐ വാച്ച് ഇറ്റ് ദിസ് വീക്കെൻഡ് ഞാൻ കാണാമെന്ന് വിചാരിച്ചിട്ടിരിക്കുക. ഐ ഗെസ് ഐ വാച്ച് ദ മൂവി, അല്ലെങ്കിൽ ഐ വാച്ച് ഇറ്റ് ദിസ് വീക്കെൻഡ്.
അപ്പം എന്നിട്ട് പിന്നെ പറയാം വീക്കെൻഡിൽ ഫ്രണ്ട്സ് വരും, മൈ ഫ്രണ്ട്സ് ആർ കമ്മിങ് ദിസ് വീക്കെൻഡ് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ നമുക്ക് കഥ മെനയാം. ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് ഈ ആദ്യം തന്നെ ഈ ക്യൂലൊക്കെ നിന്നിട്ട് ടിക്കറ്റൊക്കെ എടുക്കാൻ വലിയ താല്പര്യമില്ല. അപ്പോൾ പറയാം ഞാൻ സാധാരണ എന്താ ചെയ്യുക വെച്ചാൽ ഇത്തിരി ആഴ്ച വെയിറ്റ് ചെയ്യും, ടിക്കറ്റ്സ് ഒക്കെ കിട്ടാൻ എളുപ്പമാവാൻ വേണ്ടിയിട്ടേ. അങ്ങനെ പറയാം സാധാരണ ചെയ്യണത്. അങ്ങനെ പറയണമെങ്കിൽ വാട്ട് ഐ യൂഷ്വലി ഡു ഇസ് വെയിറ്റ് എ കപ്പിൾ ഓഫ് വീക്സ്. കുറച്ച് വീക്സ് ഒക്കെ ഞാൻ അങ്ങോട്ട് വെയിറ്റ് ചെയ്യും. സോ ദ ടിക്കറ്റ്സ് ആർ ഈസിയർ ടു ഗെറ്റ്. സോ വാട്ട് ഐ യൂഷ്വലി ഡു ഇറ്റ്, ഞാൻ സാധാരണ എന്ത് വലിയ പടമാണെങ്കിൽ ഞാൻ വാട്ട് ഐ യൂഷ്വലി ഡു ഇസ് എന്ന് പറഞ്ഞിട്ട് പറയാം. കണ്ടിട്ടില്ല അപ്പം എന്താ കാരണം, നോടാ വാട്ട് ഐ യൂഷ്വലി ഡു ഇസ് വെയിറ്റ് എ കപ്പിൾ ഓഫ് വീക്സ് സോ ദ ടിക്കറ്റ്സ് ആർ ഈസിയർ ടു ഗെറ്റ്. ഇത്രയൊന്നും ഞാനിപ്പോൾ ടിക്കറ്റ്സ് ഈസിയെന്നൊക്കെ പറഞ്ഞു. നിങ്ങൾക്ക് ആദ്യത്തെ ദിവസം പോയി കാണാൻ താല്പര്യം, കുറച്ച് വീക്സ് ഒക്കെ കഴിഞ്ഞ് ആ തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞ് മനസ്സമാധാനത്തിൽ പോയി കാണാൻ താല്പര്യം. അപ്പം അങ്ങനെയാണ് എന്ന് പറയാം. വാട്ട് ഐ യൂഷ്വലി ഡു ഇസ് വെയിറ്റ് എ കപ്പിൾ ഓഫ് വീക്സ്. ഞാൻ സ്പീഡിൽ പറയുമ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ ആവുന്നുണ്ടോ? നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു നോക്കിയേ, അധികം ഒന്നും അങ്ങോട്ട് ബലമൊന്നും കൊടുക്കാണ്ട് വാട്ട് ഐ യൂഷ്വലി ഡു ഇസ് പറഞ്ഞോളൂ. വാട്ട് ഐ യൂഷ്വലി ഡു ഇസ് വെയിറ്റ് എ കപ്പിൾ ഓഫ് വീക്സ് then the tickets are cheaper and easier to get അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം. ഓക്കെ, ചീപ്പറൊന്നും ആയിരിക്കില്ല എന്നാലും. ഇനി വേറൊരു ചോദ്യം പറയാം. അച്ഛനിപ്പോൾ എങ്ങനെയുണ്ട്? ഇപ്പം അച്ഛൻ എന്തെങ്കിലും ഒരു അസുഖമായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നീട് ആ ഫ്രണ്ടിനെ കണ്ടപ്പോൾ അന്ന് അച്ഛനെ കുറിച്ചൊക്കെ സംസാരിച്ചു. അപ്പോൾ ചോദിക്കും, എന്തായാലും ചോദിക്കും, ഇപ്പോൾ എങ്ങനെയുണ്ട് അച്ഛന്, ഹൗസ് യുവർ ഡാഡ് നൗ എന്ന് ചോദിച്ചാൽ ഞാൻ എല്ലാ ആഴ്ചയും കാണാറുണ്ട്, ഇപ്പോൾ കുറച്ചുകൂടെ കുഴപ്പമില്ല എന്നൊക്കെ പറയണമെങ്കിൽ, അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവിടുത്തെ എന്താ, ഐ ഹവ് ബിൻ വിസിറ്റിംഗ് ഹിം എവറി വീക്കെൻഡ്. എല്ലാ വീക്കെൻഡും പോയി കാണാറുണ്ട്. ഐ ഹവ് ബിൻ വിസിറ്റിംഗ് ഹിം എവറി വീക്കെൻഡ്. ഹി സീംസ് ബെറ്റർ നൗ, അല്ലെങ്കിൽ ഹി സീംസ് എ ലിറ്റിൽ സ്ട്രോങ്ങർ. നന്നായിരിക്കണു. അല്ലെങ്കിൽ പണ്ടൊക്കെ ആൾക്ക് പെട്ടെന്ന് ടയേർഡാവുമായിരുന്നു, പക്ഷെ ഇപ്പോൾ കുറച്ചുകൂടെ നടക്കാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ പറയാം. പണ്ട് അങ്ങനെയായിരുന്നു. ഹി യൂസ്ഡ്, അപ്പം നമ്മുടെ കാര്യമല്ല, അച്ഛൻ്റെ കാര്യം പറയണേ. ഹി യൂസ് ടു ഗെറ്റ് ടയേർഡ് വെരി ക്വിക്ക്ലി. പണ്ട് എങ്ങനെയായിരുന്നു? ഹി യൂസ് ടു ഗെറ്റ് ടയേർഡ് വെരി ക്വിക്ക്ലി. പെട്ടെന്ന് ടയേർഡാവുമായിരുന്നു. പക്ഷെ നൗ ഹി ക്യാൻ വാക്ക് എ ബിറ്റ് ലോങ്ങർ. ഇപ്പോൾ കുറച്ചുകൂടെ നടക്കാൻ പറ്റുന്നുണ്ട്. കണ്ടോ? നമുക്ക് ഒന്നില്ലെങ്കിൽ പണ്ടൊക്കെ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ എല്ലാ ദിവസം ആഴ്ച ഞാൻ പോയി കാണാറുണ്ട്. അങ്ങനെ ഏത് രീതിയിലാണ് നിങ്ങളുടെ സെൻറ്റൻസ് വേണം അതനുസരിച്ച് നിങ്ങൾ സ്റ്റാർട്ടിങ് ചൂസ് ചെയ്യണം. അല്ലെങ്കിൽ നേരെ ആവേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പറഞ്ഞാൽ ഐ സപ്പോസ് ഹി ഈസ് ഗെറ്റിംഗ് ബെറ്റർ. ദ ഡോക്ടർ സെഡ് ഹിസ് റിപ്പോർട്ട് ലുക്സ് ഗുഡ്. ഡോക്ടർ പറഞ്ഞ റിപ്പോർട്ടൊക്കെ കുഴപ്പമില്ല എന്നാ. അപ്പോൾ ഭേദം വരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ സപ്പോസ് ഹി ഈസ് ഗെറ്റിംഗ് ബെറ്റർ. കണ്ടോ? ഇനി അവസാനത്തെ ഒരു ചോദ്യം കൂടെ പറയാം. ഒരു ഡിഫറെൻ്റ് ഒരു ചോദ്യം. നിങ്ങൾ വേറെ എവിടെയെങ്കിലൊക്കെ ആണെങ്കിൽ എപ്പോഴെങ്കിലും നാട്ടിൽ പോകുന്നുണ്ടോ എന്നൊരു ചോദ്യം വന്നാൽ, അടുത്ത് നാട്ടിൽ പോകുന്നുണ്ടോ, അതൊക്കെ ഒരു സ്ഥിരം ഒരു കാഷ്വൽ ടോക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അല്ലാണ്ട് നിങ്ങൾ നാട്ടിൽ പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ അച്ചാർ കൊടുത്തിടാനൊന്നുമില്ല. അതൊരു സ്ഥിരം ഒരു ചോദ്യം, നാട്ടിൽ അടുത്ത് പോകുന്നുണ്ടോ എന്നൊരു ചോദ്യമല്ലേ. അപ്പോൾ അത് നമ്മളിങ്ങനെ പെട്ടെന്ന് ഉത്തരം പറയുന്നു യെസ് എന്ന് പറയണേക്കാളും ഇത്തിരി കൂടെ ആ ചോദ്യത്തിനൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ പറയണം. അപ്പോൾ എങ്ങനെ പറയും? ആദ്യത്തെ ഐ ഹവ് ബീൻ വെച്ചാലോ, ഞാൻ ടിക്കറ്റ്സ് ഒക്കെ ഡിസംബറിലേക്കുള്ള ടിക്കറ്റ്സ് ഒക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ. അപ്പോൾ എങ്ങനെ പറയും? ഐ ഹവ് ബീൻ ലുക്കിംഗ് അറ്റ് ദ ടിക്കറ്റ്സ് ഫോർ ഡിസംബർ. സോ മേ ബി ദെൻ. അപ്പം പോകാമെന്ന് വിചാരിക്കണേ. സോ മേ ബി ദെൻ. അപ്പോൾ അങ്ങനെയൊക്കെ എത്രയെങ്കിലും പറഞ്ഞാൽ മതി. എങ്ങനെ പറഞ്ഞേ? ഐ ഹവ് ബീൻ ലുക്കിംഗ് അറ്റ് ടിക്കറ്റ്സ് ഫോർ ഡിസംബർ. ഡിസംബറിൽ ടിക്കറ്റ്സിന് നോക്കിക്കൊണ്ടിരിക്കുക. ഐ ഹവ് ബീൻ ലുക്കിംഗ് അറ്റ് ടിക്കറ്റ്സ് ഫോർ ഡിസംബർ. സോ മേ ബി ദെൻ. ചിലപ്പോൾ അപ്പം പോകാൻ ഒരു ചാൻസ് ഉണ്ട്. അങ്ങനെ ക്ലിയർ ആവുന്നുണ്ടോ? അല്ലെങ്കിൽ പണ്ടൊക്കെ എന്നൊക്കെ പറയണമെങ്കിലോ, പണ്ടൊക്കെ ഞാൻ എല്ലാ വർഷവും പോകുമായിരുന്നു, ഇപ്പോൾ ആയിട്ട് വർക്ക് കൂടിയുണ്ടോ പറ്റണില്ലെന്നേ ഇങ്ങനെ പറയാം. അപ്പോൾ പണ്ട് നമ്മൾ ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ ഉടനെ തന്നെ ഐ യൂസ് ടു ഗോ എവറി ഇയർ. എല്ലാ വർഷവും പോകുമായിരുന്നു പണ്ടൊക്കെ. ഐ യൂസ് ടു ഗോ എവറി ഇയർ. പക്ഷേ ഈയിടെയായിട്ട്, ബട്ട് ലേറ്റ്ലി ഇറ്റ്സ് ബീൻ ഹാർഡർ വിത്ത് വർക്ക്. ജോലി കൂടിയില്ലേ, ആൻഡ് കിഡ്സ് എഡ്യൂക്കേഷൻ, കുട്ടികളുടെ ക്ലാസ്സസും എഡ്യൂക്കേഷനും ഒക്കെ കാരണം ഇറ്റ്സ് ബീൻ ഹാർഡർ ലേറ്റ്ലി. ഡിഫിക്കൽട്ടാണ് ഇപ്പം അങ്ങനെ പോകാൻ എല്ലാ വർഷവും. ഐ യൂസ് ടു ഗോ എവറി ഇയർ. പക്ഷെ പണ്ടൊക്കെ നമ്മൾ എല്ലാ വർഷവും നാട്ടിലേക്ക് പോകുമായിരുന്നു. കേട്ടോ? മനസ്സിലായോ? ഇതൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ കലക്കും, എനിക്ക് ഉറപ്പാണ്. അല്ലെങ്കിൽ സമ്മറിൽ ആണ് ഇപ്പോൾ അടുത്ത് പോകണ്ടോന്ന് ചോദിക്കണം നിങ്ങളുടെ അടുത്ത്. അപ്പോൾ നിങ്ങൾ പറയാം, അയ്യോ ഈ ചൂടത്ത് അങ്ങോട്ട് പോകാതിരിക്കുകയായിരിക്കും ഭേദം. ഐഡ് റാദർ നോട്ട് ട്രാവൽ ഡ്യൂറിങ് ദ സമ്മർ. ഇറ്റ്സ് ടു ഹോട്ട്. അയ്യോ ഭയങ്കര ചൂടാണ് കേട്ടോ. ഇപ്പോൾ ചൂട് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറയാം, ഐഡ് റാദർ നോട്ട് ട്രാവൽ ഡ്യൂറിങ് ദ സമ്മർ. ഈ സമ്മറിലൊന്നും ട്രാവൽ ചെയ്യാതിരിക്കുകയാണ് ഭേദം. അങ്ങനെ പറയില്ല, അതാണത്. ഐഡ് റാദർ നോട്ട് ട്രാവൽ ഡ്യൂറിങ് ദ സമ്മർ. ഐഡ് റാദർ നോട്ട് ട്രാവൽ ഡ്യൂറിങ് ദ സമ്മർ. അപ്പോൾ ഞാൻ പെട്ടെന്ന് പറയുന്നത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാം. അത് പാട്ട് പോലെ പഠിക്കണം. അല്ലാണ്ട് ഐ വുഡ് റാദർ നോട്ട് എന്നൊക്കെ പറഞ്ഞിരുന്നാൽ ഏത് ജന്മത്തിൽ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കും? എന്നോട് ദേഷ്യം തോന്നണ്ട, ഞാൻ പറഞ്ഞ പോലെ പാട്ട് പോലെ. ഐഡ് റാദർ നോട്ട് ട്രാവൽ.
I'd rather not travel. നോട്ടൊന്നും കേൾക്കുന്നില്ല വിനിന്ന് വെച്ചാൽ കേൾക്കണ്ട, അതൊക്കെ അത്ര മതി. ഈ ഇതൊക്കെ ഇങ്ങനെ വീക്കായിട്ട് സംസാരിക്കുക, വീക്ക് ഫോം എന്ന് പറയും. ഐ ഇഡ് റാദർ, ഐ ഇഡ് എന്ന് പറഞ്ഞാൽ ഐ വുഡിൻ്റെ ഷോർട്ടാണ്. അപ്പോൾ അതിന് തന്നെ ഐ ഇഡ് എന്നൊക്കെ അങ്ങനെ എടുത്ത് പറയരുത്. അങ്ങനെ നമ്മുടെ ഫോക്കസ് അവിടെ ആ ഒരു രീതിക്ക് പോകുമ്പം നമ്മൾ ആ സെൻറ്റൻസ് ആകെ അങ്ങോട്ട് പോകും. ഈ എടുത്ത് പറക്കി പറയണത് നമ്മൾ ഈ വായിക്കുമ്പോഴൊക്കെ നമ്മൾ വൃത്തിക്ക് അങ്ങനെ പറയും. പക്ഷെ സംസാരിക്കുമ്പോൾ ഇതൊക്കെ വീക്ക് ഫോംസാണ് യൂസ് ചെയ്യുക. അപ്പോൾ അത് അങ്ങനെ തന്നെ യൂസ് ചെയ്യാം. എസ്പെഷ്യലി ഐൽസിൻ്റെ പിള്ളേരൊക്കെ കാണുന്നുണ്ടെങ്കിൽ വളരെ കാഷ്വലായിട്ട് പെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ സായിപ്പന്മാരെ ഇമിറ്റേറ്റ് ഒന്നും സംസാരിക്കണ്ട. നമ്മൾ സ്വാഭാവികമായി മലയാളം സംസാരിക്കുമ്പോഴും പലതും കോൺട്രാക്റ്റും പലതും ലിങ്കും ഒക്കെ ചെയ്തിട്ടാണ് സംസാരിക്കാം. നമ്മൾ മലയാളം സംസാരിക്കുമ്പോഴും എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും, ഞാനിങ്ങനെ പറയണേ, ഞാൻ മലയാളം സംസാരിക്കുമ്പോഴും അമ്പിളും എന്നാണ് ഇവിടെ ഈ മൈക്കൊക്കെ ഇളകുന്നത്. ഈ ഇമ്പിളും എന്നുള്ള സംഭവമൊക്കെയാണ് ഞാൻ പറഞ്ഞത്. I'd rather not travel. ബാക്കി കേൾക്കുന്നില്ല, നോട്ടൊന്നും കേട്ടില്ലല്ലോ അവിടെ എന്ന് പറഞ്ഞാൽ അതാണ് അവിടെ മിസ്സിങ് അല്ലാതെ അങ്ങനെ വരേണ്ടത്. I'd rather not travel apart during the summer. ഈ ചൂടത്തൊന്നും ട്രാവൽ ചെയ്യാതിരിക്കാൻ നല്ലത്. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കണത് അടുത്ത വർഷം കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് ബിസി ആയിട്ടുള്ളത്, ഇപ്പോൾ ഭയങ്കര ബിസി ആണെന്ന് കുറയുമ്പോൾ തിരക്കൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് ട്രാവൽ ചെയ്യാമെന്ന് വിചാരിക്കണം. അങ്ങനെ പറഞ്ഞാൽ ഐ സപ്പോസ് ഐ വിൽ ഗോ നെക്സ്റ്റ് ഇയർ. ഈ വർഷം കേടാ, നോ, ഐ സപ്പോസ് ഐ വിൽ ഗോ നെക്സ്റ്റ് ഇയർ വെൻ തിങ്സ് ആർ ലെസ് ബിസി. ഇപ്പോൾ ഭയങ്കര തിരക്കാണല്ലോ. ഐ സപ്പോസ് ഐ വിൽ ഗോ നെക്സ്റ്റ് ഇയർ വെൻ തിങ്സ് ആർ ലെസ് ബിസി. അപ്പോൾ അത് പറഞ്ഞോ, അത് ബ്യൂട്ടിഫുൾ ആയില്ലേ? ഞാൻ ബ്യൂട്ടിഫുള്ളൊക്കെ ആയിട്ട് ഉണ്ട് എന്നൊക്കെ വിചാരിച്ചുണ്ടാക്കുന്ന വീഡിയോസാണ് ഇതൊന്നും. ബ്യൂട്ടിഫുൾ ആയില്ലെങ്കിൽ കടവുളേ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ സംസാരിക്കുക. എനിക്ക് ദോശ പാറ്റേൺ ടിപ്സ് ഏതെങ്കിലും ഒരു 5 ഏതെങ്കിലും ഒരു പാറ്റേണിൽ 1 or 2 പാറ്റേണിൽ താഴെ ഇടണേ പ്ലീസ്. റിയൽ ടിപ്സ് നിങ്ങൾ എന്താ ചെയ്യാറ് എന്നുള്ളത് ഞാൻ ഇങ്ങനെ ചോദിക്കണം. ഇപ്പോൾ ഒന്നുമില്ല മാവൊന്നും എന്താ ചെയ്യാറ് നിങ്ങൾ? അപ്പം നിങ്ങൾ എന്താ പറയുക വെച്ചാൽ അത് ഒരു സെൻറ്റൻസിൽ ഒതുക്കൊന്നും വേണ്ട, ഫുൾ അങ്ങോട്ട് ടിപ്സ് ഇട്ടോളൂ, എഴുതിയിട്ടേ ഒന്ന് വായിച്ചു നോക്കണം. അപ്പം തന്നെ നമുക്ക് അതിൻ്റെ ഗ്രാമർ മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിടുത്തം കിട്ടും. അപ്പോൾ അതൊക്കെ ഒന്ന് പറ്റുവാണെങ്കിൽ നോക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്യാം. പിന്നെ ഇതൊക്കെ എഴുതി കഴിഞ്ഞിട്ട് ഇടണ്ട ഞാനൊന്നും വിചാരിക്കരുത്, ഇടണം. ഈ നമ്മുടെ യൂട്യൂബ് ചാനലൊന്നും അങ്ങനെ വേറെ ആരും വന്ന് നമ്മുടെ വീഡിയോസ് കാണാറില്ല. ഇപ്പോൾ ലോക വാർത്തയുടെ വീഡിയോസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സെൻസേഷൻ നിങ്ങൾ അറിഞ്ഞോ എന്നൊക്കെ പറഞ്ഞ വീഡിയോസൊക്കെ എല്ലാവരും കാണുമായിരിക്കും. നമ്മുടെ വീഡിയോ ഇല്ലേ, നമ്മുടെ ചാനലിലെ വീഡിയോ ഇംഗ്ലീഷ് പഠിക്കാനുള്ളവർ മാത്രമേ വന്ന് കാണുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടിയിലുള്ള ടിപ്പ് വായിച്ച് ദോഷം ഉണ്ടാക്കാൻ ആരും പോകണമെന്നില്ല. നിങ്ങളുടെ ടിപ്സ് കൊണ്ട് ഇടുക കേട്ടോ, ഞാൻ വായിച്ചോളാം. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ. എൻ്റെ ഇംഗ്ലീഷ് കോഴ്സ് ഉണ്ട്. ഇംഗ്ലീഷ് കോഴ്സ് എടുത്ത് പഠിക്കാൻ താല്പര്യമുള്ളവർ എൻ്റെ കോഴ്സിന് ജോയിൻ ചെയ്യാം. എൻ്റെ ഡീറ്റെയിൽസ് താഴെ ഞാൻ കൊടുക്കാം കേട്ടോ. പിന്നെ അത്രയേ ഉള്ളൂ. അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ.